എങ്ങനെ നോമിനേഷൻ തള്ളിക്കളത് ഇയാൾ അയോഗ്യനാണ് സ്ഥാനാർത്ഥിയാവാൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിയമമനുസരിച്ച് ഭരണഘടനാ നിയമമനുസരിച്ച് സുഗതൻ എന്ന പൗരനെ സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ളതുകൊണ്ടല്ലേ നോമിനേഷൻ സ്വീകരിച്ചതും അതുകൊണ്ട് ജനങ്ങൾ പിന്തുണച്ച് അയാൾ ജയിപ്പിച്ചത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അന്വേഷിക്കൂ ആരോട്. മുസ്ലിങ്ങൾ സഹോദരങ്ങൾക്ക് വരെ സുഗതൻ പ്രിയപ്പെട്ടതാണ്. അവരുടെയൊക്കെ കുടുംബങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ അല്ല, നിങ്ങൾ ഏറ്റവും പറഞ്ഞ മുസ്ലിങ്ങളെ സഹായിക്കുന്നതല്ല ബി ജെ പി കാരണം. ഞങ്ങളെല്ലാവരും സുഗതൻ ഒരു മാതൃകാ പ്രവർത്തകൻ എന്നതിൽ ന്യൂനപക്ഷം അടക്കം ജനങ്ങളെ ഞങ്ങൾ ജാതിക്കും മതത്തിനും രാഷ്ട്രത്തിനും അതീതമായി ഒരുമിച്ച് നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, അല്ല ഒരു കൗൺസിലറാണ് നമ്മുടെ സുഗതൻ. അതുകൊണ്ട് നോമിനേഷൻ തള്ളമായിരുന്നു, ജനങ്ങൾ അയാളെ പിന്തുണമായിരുന്നു. ഈ സുഗതനെതിരെ മത്സരിച്ചാൽ ഇത്രയൊക്കെ സുഗതനേക്കാൾ കേസുണ്ട്. അതെന്താ ചർച്ചയാകത്തെ? കേസുകൾ രാഷ്ട്രീയക്കാർക്ക് സ്വാഭാവികമാണ്, എല്ലാം കൊണ്ട് കേസ്. കോടതി കയറാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് ഞങ്ങൾ പാർട്ടിയും സിപിഎം കോൺഗ്രസ്. ഒന്നും ഇതാക്കില്ല. ഇത് ആസൂത്രിതമായ നീക്കമാണ്. ഇത് തിരുവനന്തപുരം നഗരസഭ ഭരണത്തെ സംഭരണത്തെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താനും മറ്റു വൈരാഗ്യം തീർക്കാനുള്ള അവസരമാക്കി മാറ്റിയതാണ്. BJP കൗൺസിലറായിട്ടുള്ള സുഗതന്റെ അറസ്റ്റ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പല രീതിയിൽ പല തരത്തിൽ ചർച്ചയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ മാധ്യമ പ്രവർത്തകരുടെ ഓരോരോ ചോദ്യങ്ങളും കാര്യങ്ങൾക്കും കരമന ജയൻ ഉത്തരം നൽകി അല്ലെങ്കിൽ മറുപടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതാണ് ഇവിടെ വളരെ വലിയ തോതിൽ തന്നെ പ്രസക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് കരമന ജയൻ പറഞ്ഞ ആ ഒരു കാര്യം, ഈ പറയുന്ന സുഗതൻ അത്രത്തോളം വലിയ തോതിലുള്ള ഒരു പ്രശ്നക്കാരൻ കാര്യങ്ങളുമൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സുഗതന്റെ നോമിനേഷൻ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളാതിരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ആ ഒരു കാര്യം അവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിയെ എങ്ങനെയാണ് ജനങ്ങൾ വിജയിപ്പിച്ചത് എന്നുള്ള ആ ഒരു ചോദ്യം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ പറയുന്ന സുഗതനെതിരെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഒരു തരത്തിൽ സുഗതന്റെ നോമിനേഷൻ തള്ളേണ്ടതാണ്. തള്ളിയിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന സുഗതൻ ആ വാർഡിൽ നിന്ന് വിജയിച്ചു. അതും കമ്മ്യൂണിസ്റ്റുകാരുടെ, അതായത് ഇടതുപക്ഷക്കാരുടെ കോട്ട ആയിരുന്ന ആ ഒരു സ്ഥലത്ത് ഇടതുപക്ഷത്തിനെ വളരെ വലിയ തോതിൽ പിന്തള്ളിക്കൊണ്ട് അവിടെ ഈ പറയുന്ന സുഗതൻ വിജയിച്ച് കയറിയിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചിരിക്കുന്നു? അപ്പോൾ ജനങ്ങൾക്ക് സുഗതന് ആവശ്യമായിരുന്നു എന്നതിന്റെ തെളിവല്ലേ അവിടെ സുഗതൻ വിജയിച്ചത് എന്നുള്ള ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. എന്നാൽ കരമന ജയൻ വളരെ കൃത്യവും വ്യക്തവുമായിട്ടാണ് മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് ചോദ്യത്തിന് മണ്ടക്കടിച്ച പോലെ മറുപടി നൽകിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ പറയുന്ന തോതിൽ കരമന ജയൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് രാഷ്ട്രീയക്കാരാണ് കേസുകളുടെ കാര്യത്തിൽ, രാഷ്ട്രീയക്കാരാകുമ്പോഴത്തേക്കും കേസുകൾ പല രീതിയിൽ പലതരത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കരമന ജയൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം രാഷ്ട്രീയക്കാരനായാൽ അത് പലതരത്തിൽ പല രീതിയിൽ കേസുകൾ പലർക്കും ഉണ്ടാകുമെന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിലൊക്കെ തന്നെ എത്രമാത്രം രാഷ്ട്രീയ കളിയുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് BJP തന്നെ ആരോപിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഇടതുപക്ഷത്തിന് കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം നടത്തുന്ന ഒരു രാഷ്ട്രീയ കളിയാണ് ഇതെന്നുള്ള തരത്തിൽ. കാരണം ഇതിൽ ആ ഒരു തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ട് എന്നുള്ള തരത്തിൽ. അത് ഇടതുപക്ഷത്തിന്റെ ചില നീക്കങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങനെയും സംശയിക്കാം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്ന സുഗതനിലൂടെ കോർപ്പറേഷനിൽ നിന്ന് താഴെ ഇറക്കാം അല്ലെങ്കിൽ BJPക്ക് ഒരു അടി കൊടുക്കാമെന്നുള്ള മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയൊക്കെ നീക്കങ്ങൾ അത് വേണ്ട വിധത്തിൽ ബലവത്താവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം BJP രണ്ടും കൽപ്പിച്ചാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളത്. BJPയുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കന്മാർ, അത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, നിയമപരമായിട്ട് സുഗതനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള തരത്തിൽ. അത് തന്നെ ഇപ്പോൾ കരമന ജയൻ പറഞ്ഞ ഒരു കാര്യം, അതായത് സുഗതന്റെ നോമിനേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ കുത്തക കോട്ടയായിരുന്ന ഒരു സ്ഥലത്ത് സുഗതനെ ജനങ്ങൾ വിജയിപ്പിച്ച് ജനപ്രതിനിധിയാക്കിയിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ പറയുന്ന തോതിൽ അയാൾ ഇലക്ഷന് നിന്നാലും ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ താല്പര്യമില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ തള്ളിക്കളയുകയല്ലേ ജനങ്ങൾ ചെയ്യുന്നത്? പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ എന്താ മണ്ടന്മാരാണോ? അത് മാത്രമല്ല കരമന ജയൻ പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടിയുണ്ട്. അതായത് അയാൾ ഈ പറയുന്ന സുഗതൻ അവിടെ എല്ലാ രീതിയിലും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണെന്നും എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടാകുന്ന ഒരാളാണെന്നും. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് ആ ഒരു തരത്തിൽ ഉപയോഗമുള്ളത് കൊണ്ടായിരിക്കണമല്ലോ അയാൾ ആ വാർഡിൽ നിന്ന് ജയിച്ചത്. ഏതെങ്കിലും ഒരുത്തനെ കൊണ്ടുവന്ന് ആ ഒരു വാർഡിൽ നിർത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്, ജനങ്ങൾക്ക് ഉപയോഗമില്ലാതെ തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ വിജയിപ്പിക്കുമോ? പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടി പ്രാധാന്യത്തെക്കാട്ടിലും വ്യക്തി പ്രാധാന്യം വെച്ചിട്ട് വോട്ട് കുത്തുന്നവരാണ് കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സുഗതന് ഒരു ഇടതുപക്ഷ കോട്ടയിൽ ഇങ്ങനെ ഒരു ഇളക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ തന്നെ വിജയമാണ് എന്നുള്ളത് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു പ്രശ്നവും സൃഷ്ടിക്കാതെ മര്യാദയ്ക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടിയിരുന്ന ഒരു കാര്യം ഇത്ര വലിയ തോതിൽ ഒരു കോളിളക്കമൊക്കെ തന്നെ ഉണ്ടാക്കി ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും BJPക്ക് കുറച്ചുകൂടി കരുത്ത് കൂട്ടുന്ന തരത്തിലോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യങ്ങൾ മാറ്റിയതായിട്ടാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം.